നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. സെപ്റ്റംബർ 9 മുതൽ 11 വരെ ഓപ്പൺ ആയിരിക്കുന്ന മറ്റൊരു IPO കൂടി ഇന്ന് വന്നിരിക്കുകയാണ്. അതിൻ്റെ പേര് ക്രോസ് ലിമിറ്റഡ് എന്നാണ്. ആദ്യം ക്രോസ് മാനുഫാക്ചറേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ 1991 ജാംഷഡ്പൂർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ജാർഖണ്ഡിലാണ്. അപ്പോൾ അങ്ങനെ അറിയപ്പെട്ടിരുന്ന കമ്പനിയാണ് ഇപ്പോൾ ക്രോസ് ലിമിറ്റഡ് എന്നുള്ളത്. ഇത് ഓട്ടോമൊബൈലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇവർ മാനുഫാക്ചറിങ് ചെയ്യുന്നത് ട്രെയിലർ ആക്സിൽസ്, സസ്പെൻഷൻസ്, പിന്നെ പലതരത്തിലുള്ള ഹൈ പെർഫോമൻസ് ഫോർജ്ഡ് പ്രിസിഷൻ മെഷീൻ്റെ സേഫ്റ്റി ക്രിട്ടിക്കൽ പാർട്സ്. ഇത് ഒക്കെ ടെക്നിക്കൽ ടേംസ് ആണ്, മെഷീനറിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എന്തായാലും മീഡിയം ആൻഡ് ഹെവി ഡ്യൂട്ടി കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിനും അഗ്രികൾച്ചറൽ എക്യുപ്മെൻസിനും ഒക്കെ ആവശ്യം വേണ്ടി വരുന്ന ഉപകരണങ്ങളാണ് ക്രോസ് ലിമിറ്റഡ് എന്ന ഈ കമ്പനി നിർമ്മിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെപ്റ്റംബർ 9 ഇതിൻ്റെ IPO ഓപ്പൺ ആകുന്നത്. 500 കോടി രൂപയാണ് ഇവർ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത്. അതിൽ 250 കോടി രൂപ ഫ്രഷ് ഓഹരികളുടെ വിൽപ്പനയിലൂടെ കമ്പനി സമാഹരിക്കുമ്പോൾ 250 കോടി രൂപ ഓഫർ ഫോർ സെയിലായിട്ട്, അപ്പോൾ ടോട്ടൽ വരുമ്പോൾ 500 കോടി രൂപയുടെ ഓഹരി വിൽപ്പനയാണ് ഇപ്പോൾ ക്രോസ് ലിമിറ്റഡ് നടത്തുന്നത്. നമുക്കപ്പോൾ ഇതിൻ്റെ ഇഷ്യൂ ഡീറ്റെയിൽസിലേക്കൊന്ന് പോകാം. മീഡിയം ആൻഡ് ഹെവി ഡ്യൂട്ടി മോട്ടോർ വെഹിക്കിൾസിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് നിർമ്മിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അതെല്ലാം സപ്ലൈ ചെയ്യുന്നത് ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചറേഴ്സിനാണ്. അതായത് മോട്ടോർ വെഹിക്കിൾസ്, വലിയ ഹെവി ഡ്യൂട്ടി വെഹിക്കിൾസ് എല്ലാം നിർമ്മിക്കുന്ന കമ്പനികളുണ്ടല്ലോ, അതായത് ഒറിജിനൽ മാനുഫാക്ചറേഴ്സ്, അവരുടെ ബ്രാൻഡഡ് വാഹനങ്ങൾ നിർമ്മിക്കുന്നവരുടെ വാഹനങ്ങൾക്കുള്ളിൽ ഉപയോഗിക്കുന്ന പല എക്യുപ്മെൻസും ഇതുപോലെ ക്രോസ് പോലെയുള്ള പല കമ്പനികളുടേതാണല്ലോ. അപ്പോൾ ക്രോസും ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കമ്പനികൾക്ക് സപ്ലൈ ചെയ്യുകയാണ് അവർ നിർമ്മിക്കുന്ന ഉപകരണങ്ങൾ. അതിന് അവർക്ക് ജാംഷഡ്പൂരിൽ, അതായത് ജാർഖണ്ഡിലെ ജാംഷഡ്പൂരിൽ 5ഓളം മാനുഫാക്ചറിങ് യൂണിറ്റുകളാണ് കമ്പനിക്ക് ക്രോസിനുള്ളത്. അത് എല്ലാം തന്നെ 5ഉം ISO 9001 2015 സർട്ടിഫൈഡ് ആണ്. അതായത് ക്വാളിറ്റിയുടെ കാര്യത്തിലും അതിൻ്റെ ഉപകരണത്തിൻ്റെ സ്ട്രെങ്ത്തിൻ്റെ കാര്യത്തിലും എല്ലാം തന്നെ സർട്ടിഫൈഡ് ആണ് ഈ 5 ഫാക്ടറികൾ. പ്രതിവർഷമുള്ള ക്രോസിൻ്റെ മാനുഫാക്ചറിങ് കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ 60,000 ട്രെയിലർ ആക്സിലും സസ്പെൻഷൻ അസംബ്ലീസുമാണ് അവർക്ക് നിർമ്മിക്കാനുള്ള കപ്പാസിറ്റി ഉള്ളത്. പക്ഷേ ജൂൺ 30 2024 കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ അവർ അതുവരെ 10,145 ട്രെയിലർ ആക്സിലും സസ്പെൻഷൻ അസംബ്ലീസുമാണ് ഈ വർഷം ഇതുവരെ നിർമ്മിച്ചിട്ടുള്ളത്. ഇനി പ്രൊമോട്ടേഴ്സിനെ നോക്കാം. സുധീർ റായ്, അദ്ദേഹത്തിൻ്റെ ചിത്രമാണ്. ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമാണ് സുധീർ റായ്. പിന്നെ അനിത റായ്, സുമീത് റായ്, കുനാൽ റായ്, ഇത്രയും പേരാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള പ്രൊമോട്ടേഴ്സ്. ഇവരുടെ കൈവശമാണ് 100% ഓഹരികളും ഇഷ്യൂവിന് തൊട്ട് മുമ്പ്. EPS 8.3, P ratio 34.48, റിട്ടേൺ ഓൺ നെറ്റ് വർത്ത് 30.57%, NAV 27.14 പെർ ഷെയറുമാണ്. ഇനി 250 കോടി രൂപ ഇവർ ഫ്രഷ് ഓഹരികളുടെ വിൽപ്പന വഴി സമാഹരിക്കുന്നുണ്ടല്ലോ, അത് എന്തിനു വേണ്ടിയിട്ടാണ് വിനിയോഗിക്കുന്നതെന്ന് നോക്കുകയാണെങ്കിൽ ഒരു 70 കോടി രൂപ അവർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ട്, അതായത് മെഷീനറികളും മറ്റും പുതുതായിട്ട് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഒരു 90 കോടി രൂപ അവരുടെ പേയ്മെൻറ്റ്സും മറ്റ് കടബാധ്യതകളും എല്ലാം കൊടുത്തു തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുമെന്ന് പറയുന്നുണ്ട്. 30 കോടി രൂപ അവരുടെ വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടിയിട്ട് വിനിയോഗിക്കും. ബാക്കിയുള്ളത് ആണ് കോർപ്പറേറ്റ്, ജനറൽ ആയിട്ടുള്ള കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി കമ്പനി ഉപയോഗിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് അവരുടെ പ്രോസ്പെക്ടസിൽ. ക്രോസിൻ്റെ ലിസ്റ്റഡ് പിയർ കമ്പനികൾ നോക്കുകയാണെങ്കിൽ രാമകൃഷ്ണ ഫോർജിങ്സ്, പിന്നെ ജംന ഓട്ടോ ഇൻഡസ്ട്രീസ്, ഓട്ടോമോട്ടീവ് ആക്സിൽസ്, GNA ആക്സിൽസ്, ടാൽബ്രോസ് ഓട്ടോമോട്ടീവ് കോമ്പോണൻസ്, ഇത്രയും കമ്പനികളാണ് അവരുടെ ലിസ്റ്റഡ് ആയിട്ടുള്ള പിയർ കമ്പനികളായിട്ട് പറയുന്നത്. സമാനമായിട്ടുള്ള പ്രോഡക്റ്റുകളുള്ള കമ്പനികൾ. ലീഡ് മാനേജർ ഇക്രോസ് ക്യാപിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡും രജിസ്ട്രാർ KFin ടെക്നോളജീസുമാണ്. ഇനി പതിവ് പോലെ ഫിനാൻഷ്യൽസിലേക്ക് നോക്കാം. 2023 489.36 കോടി രൂപയാണ് കമ്പനിയുടെ റവന്യൂ എങ്കിൽ അടുത്ത വർഷം ആയപ്പോഴത്തേക്കും 621.46 കോടി രൂപയായിട്ട് അത് വർദ്ധിച്ചിട്ടുണ്ട്. നെറ്റ് ഇൻകം അതുപോലെ തന്നെ 30.93 കോടി രൂപയായിരുന്നു 2023. അത് 24 ആയപ്പോൾ 44.88 ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അതായത് റവന്യൂവിൽ ഒരു 27% വർധനവാണ്.
ഉണ്ടായിട്ടുള്ളതെങ്കിൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ലാഭം അറ്റാദായം എന്ന് പറയുന്നതിൽ 45% വർധനവാണ് കമ്പനിക്ക് 23-ൽ നിന്ന് 24-ലേക്ക് വരുമ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതായത് മികച്ച ഒരു പ്രകടനം തന്നെയാണ് കമ്പനി ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ക്രോസ് ലിമിറ്റഡിൻ്റെ IPO വിശേഷം ഒറ്റനോട്ടത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം. 9-ാം തീയതി മുതൽ 11-ാം തീയതി വരെ സെപ്റ്റംബർ മാസത്തിലാണ് ഇതിൻ്റെ IPO ഓപ്പൺ ആയിരിക്കുന്നത്. 228 രൂപ മുതൽ 240 രൂപ വരെയാണ് ഇതിൻ്റെ പ്രൈസ് ബാൻഡ് എന്ന് പറയുന്നത്. 250 കോടി രൂപയ്ക്കുള്ള ഫ്രഷ് ഓഹരികളും 250 കോടി രൂപയ്ക്കുള്ള ഓഫർ ഫോർ സെയിലും ഉണ്ട്. അപ്പോൾ ടോട്ടൽ IPO സൈസ് എന്ന് പറയുമ്പോൾ 500 കോടി രൂപയ്ക്കുള്ള വരും. 62 ഷെയർസാണ് ഒരു ലോട്ട് എന്ന് പറയുന്നത്. അങ്ങനെ 13 ലോട്ട് വരെ റീറ്റെയിലേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. 5 രൂപയാണ് ഇതിൻ്റെ ഫേസ് വാല്യൂ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. 35% ഓഹരികൾ റീറ്റെയിലേഴ്സിനാണ് കൊടുക്കുന്നത്, 15% HNIസിനും 50% ഇൻസ്റ്റിറ്റ്യൂഷൻസിനും. സെപ്റ്റംബർ 12-ാം തീയതി ആയിരിക്കും ഇതിൻ്റെ അലോട്ട്മെൻറ്റ് വരുന്നത്. ഇത് NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യും. അത് 16-ാം തീയതി ആയിരിക്കും. മാർക്കറ്റ് ക്യാപ്പ് ഇഷ്യൂ കഴിയുമ്പോൾ അപ്പർ ബാൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ 1548.23 കോടി രൂപയ്ക്കുള്ള മാർക്കറ്റ് ക്യാപ്പ് ആയിരിക്കും കമ്പനിക്ക് ഉണ്ടായിരിക്കുക. എന്തായാലും ഓട്ടോമൊബൈൽ രംഗത്ത് വളരെ ആക്റ്റീവായിട്ടുള്ള, വളരെ നിർണായകമായ മെഷീനറികൾ നിർമ്മിച്ച് ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചറേഴ്സിന് നൽകുന്ന ഒരു കമ്പനി എന്നുള്ള നിലയിൽ നല്ല ഫ്യൂച്ചറുള്ള ഒരു കമ്പനിയാണ്. നല്ല പെർഫോമൻസ് ആണ് ഇതുവരെയുള്ള കഴിഞ്ഞ 3 വർഷത്തെ ഫിനാൻഷ്യൽസ് എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നല്ലതാണ്. ഷോർട്ട് ടേം ഇൻവെസ്റ്റേഴ്സിനും ഇത് ഒട്ടും മോശമല്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ക്രോസ് ലിമിറ്റഡിൻ്റെ IPO വിശേഷമാണ് ഇതുവരെ നിങ്ങൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തത്. എന്തായാലും ആ തംസ് അപ്പ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മടിക്കേണ്ട, കമൻറ്റുകൾ ഇടാനും മടിക്കരുത്. പിന്നെ മറ്റൊരു IPO വിശേഷമായിട്ട് നമുക്ക് ഉടൻ തന്നെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.